നിങ്ങളെൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി കാണും അല്ലേ? ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും നിങ്ങളുടെ മുന്നിലോട്ട് വരാം. അപ്പോൾ നടക്കാൻ ഇറങ്ങുക, നിങ്ങളുടെ മുന്നിലോട്ട് വരാം, ഒരു ചെറിയ വ്ളോഗ് ചെയ്ത് നോക്കാം. എനിക്ക് നേരത്തെയൊക്കെ എന്താ പ്രശ്നമെന്ന് അറിയാമോ, എൻ്റെ ഈ വ്ളോഗ് എന്നെ ഫോളോ ചെയ്യുന്നവർ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ ഷോർട്സിനകത്ത് ഞാൻ മിക്കവാറും ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം അതാവുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട് മിസ്സാകും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇച്ചിരൂടെ പ്രിസൈസായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഞാൻ ചെറിയൊരു വാക്ക്, അതിനോടൊപ്പം ആ കടയിലൊന്ന് കയറണം, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോരുക. നിങ്ങളും എൻ്റെ കൂടെ പോരാ. ഇതാണ് ഞങ്ങളുടെ ഷോപ്പേഴ്സ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ. അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമ്മൾ അതുവഴി ഇറങ്ങുന്നതിനോട് സോറി. പ്രദേശമാണിത്, കണ്ടോ? ഈ ഞങ്ങളുടെ ഷോപ്പിംഗ് മാൾ ഇത് കണ്ടോ? ഇതൊരു ഇന്ത്യൻ ബിസ്ട്രോ ആണ്. നേരത്തെ ഇവിടെ ഒരു ഭയങ്കര ഇതൊക്കെ ചിലവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിന്നിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല. പക്ഷേ നല്ല സ്ഥലം, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ലിക്കർ ഷോപ്പ്. കഴിഞ്ഞിട്ടുള്ളതാണ് ഫ്രഷ്കോ. അവിടെ ആണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളുടെ പട്ടിക്കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. പെറ്റ് വാല്യൂ. ഇവിടെ ഫിഷുണ്ട്. പിന്നെ ഷ്രിമ്പും തിലാപ്പിയ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം ഡയറിയൊക്കെയാണ്. ഇത് ഇന്ത്യൻ സ്റ്റോറാണ്. ഇത് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടും. നല്ല സ്ഥലമാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചെക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ചെക്കൗട്ട് ചെയ്തു. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് എൻ്റെ ശരിക്കുമുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിഡൻ്റ് ആകുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന കാണും, ഞാൻ നാട്ടിലൊക്കെ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന കാണും. പക്ഷേ ഒരിക്കലും അത് എവിഡൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഈ വർഷം അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. എനിക്ക് കാലിന് നല്ല പുകച്ചിൽ തോന്നി. പക്ഷേ എനിക്ക് ഉറക്കത്തിന് ഭയങ്കര കൂടുതൽ സമയം എടുക്കുന്നതായിട്ട് തോന്നി. അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പ്രോബ്ലം. എനിവേ പല ഡോക്ടേഴ്സിനെയും പല തരത്തിലുള്ള ഡോക്ടേഴ്സല്ല, ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറിനെ കാണിച്ചു. അവരൊക്കെ ടെസ്റ്റ് എഴുതി തന്നു കേട്ടോ. എന്താ ചെയ്യുക, നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ്. സമയം എടുക്കും അപ്പോയിൻമെൻറ്റ് കിട്ടും. അങ്ങനെ ഇരുന്നാണ് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, ഏതായാലും നമുക്ക് എമർജി പോയാലോ എന്ന്. അപ്പോഴത്തേക്ക് ഡിസംബർ അവസാനമായി കേട്ടോ. എമർജി പോയി കാണിച്ചത്. അത് ഏതാണ്ട് 10 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തറിയാമോ. 10 മണിക്കൂർ. ആ 10 മണിക്കൂറത്ത് വെയിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അവർ കാണിക്കാൻ വേണ്ടി എടുത്തത്. അന്ന്
സ്കാൻ ചെയ്ത ഉടനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, സോറി ജിജു, ഇതാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. താന്നു പോയി കേട്ടോ. നിന്ന് അടങ്ങുണ്ടെന്ന് താഴോട്ട് ഇരുന്ന് പോയി. ലൈഫ് ഇല്ലാതാകുന്ന ഒരവസ്ഥ. എന്തിനെന്നോട് ദൈവം ഇത് കാണിച്ചു, അല്ലെങ്കിൽ ദൈവം എന്തിനെന്നോട് ഇത് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. എനിവേ, അവിടെ മുതലും കൂടെ ട്രീറ്റ്മെൻറ്റായിരുന്നു. എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ കസിൻ ബ്രദേഴ്സ്, എൻ്റെ കൂട്ടുകാർ, മെയിനായിട്ട് എൻ്റെ ഇവിടുത്തെ ആൻറ്റിയും അങ്കിളും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന അവരായിരുന്നു. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് എൻ്റെ കാലിന് നടക്കാനുള്ള ആ എബിലിറ്റി കുറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ വലിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല. പക്ഷേ കാലിപ്പോഴും ആ ഫ്രീസിങ് അതിപ്പോഴും ഉണ്ട്. അതെന്താണെന്നറിയത്തില്ല, ഞാൻ അവർ കാണുന്നെന്ന് പറയാം. സോ ഇതൊക്കെയായിരുന്നു. ഇത്രയും ഉണ്ട്. ഇനിയും ഞാൻ ബാക്കി ഉള്ള എപ്പിസോഡുകളിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ കണ്ടതിലൊക്കെ സന്തോഷം. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. വീണ്ടും കാണും വരെ താങ്ക് യു ഫ്രം ജിജു.